നമസ്കാരം സനോജ്. നമസ്കാരം. നമ്മുടെ ദേവസ്വം ബോർഡിനുള്ളിലും ശബരിമല സ്വർണ്ണക്കൊള്ള എല്ലാം കൂടിയായിട്ട് ആകെ കുഴഞ്ഞു മറിഞ്ഞ് ചൂട് പിടിക്കുന്ന ഒരവസ്ഥയാണ്. പത്മകുമാറിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അതിനു മുമ്പ് പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നുള്ള ഭീഷണി, ആത്മകഥ വരുമെന്നുള്ളൊരു മുന്നറിയിപ്പ്, ഇവയെല്ലാം കൂടി ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത്, അല്ലേ? അതെ. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു സൂചന. പാർട്ടി വൃത്തങ്ങളും നമ്മളോട് പറഞ്ഞത് അത് തന്നെയാണ്. കാരണം ഒരുപക്ഷെ പത്മകുമാറിനെ പൂർണ്ണമായിട്ടും അടിസ്ഥാന അംഗത്വം തന്നെ റദ്ദാക്കുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് കാര്യങ്ങൾ നീളുമെന്നുള്ളൊരു സൂചനയുണ്ടായിരുന്നു. സൂചന എന്നല്ല, ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. അതിന് ശേഷമാണ് ഈ ആത്മകഥയുടെ വിഷയവും ഞാൻ ചില കാര്യങ്ങൾ പുറത്തു പറയുമെന്നുള്ള രീതിയിലൊരു സൂചനകൾ പത്മകുമാർ വേണ്ടപ്പെട്ടവരിലൂടെ പാർട്ടിയുടെ ഉന്നത വൃത്തങ്ങൾക്ക് നൽകിയത്. അതിനുശേഷമാണ് ഈ സസ്പെൻഷൻ എന്നുള്ള ഒരു തലോടലിലേക്ക്, തല്ല് കരുതി വെച്ചിരുന്നവർ തലോടലിലേക്ക് മാറുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ പോകുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു കളി? അല്ല, ഈ പാർട്ടിയിൽ അച്ചടക്ക നടപടി എന്നോണം സാധാരണ എല്ലാ സഹാക്കന്മാർക്കും കൊടുക്കുന്ന ഒരു നടപടിയാണ് ഈ സസ്പെൻഷൻ. 11 മാസം കഴിയുമ്പോൾ വീണ്ടും സ്വാഭാവികമായി അവർ തിരിച്ച് പാർട്ടിയിലേക്ക് സജീവമായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സസ്പെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പാർട്ടി മറ്റ് കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്ന് പല ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇത്രയും കാലം ഈ ഒരു ഇലക്ഷൻ ആയതോടുകൂടി LDFന്റെ സേഫ് ലോക്കറിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ SIT സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. ജംഷഡ്പൂരിൽ പുതിയ രാസപരിശോധനാ ഫലം വരുന്നു, പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ശബരിമല നട തുറന്ന ദിവസം SIT വീണ്ടും സന്നിധാനത്തെത്തി കട്ടളപ്പാളിയും സ്വർണ്ണപ്പാളിയും ഒക്കെ വീണ്ടും പരിശോധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്വഭാവം മാറുകയാണ്. UDF ഗവൺമെൻറ് വന്നപ്പോൾ അവരൊന്നുകൂടി ഇതിൻ്റെ അന്വേഷണം കടുപ്പിക്കുകയാണ്. കാര്യം പ്രചരണ സമയത്തൊക്കെ പറഞ്ഞു പോയല്ലോ, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം സ്വർണ്ണക്കൊള്ളയിൽ വലിയ ഇതുണ്ടാക്കും. അപ്പോൾ ഇനിയിപ്പോൾ നിയമസഭ തുടങ്ങുമ്പോഴത്തേക്ക് VD സതീശൻ അവിടെ എന്തെങ്കിലും മറുപടി പറയണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. SIT ഇപ്പോൾ അന്വേഷണവുമായി ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഇപ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും ഗതികേടിന് 3 BJP MLA സഭയ്ക്കകത്തുണ്ട്. അതെ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇനി UDF ഇത് ഉന്നയിച്ചില്ലെങ്കിൽ കൂടിയും ഉന്നയിക്കാൻ ഇതിന്റെ ഈ വിഷയത്തിൽ ശബ്ദമുയർത്താൻ ആളുകൾ നിയമസഭയിൽ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ SIT വീണ്ടും അന്വേഷണവുമായി വരികയാണ്. ഈ ഒരു അവസരത്തിലാണ് പത്മകുമാറിൻ്റെ കാര്യം. പത്മകുമാർ നമുക്കറിയാം 90 ദിവസം ജയിലിൽ കിടക്കുകയും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരികയും ചെയ്ത ഒരാളാണ്. ഈ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ ആരോപിക്കപ്പെട്ട സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. സ്വർണ്ണക്കൊള്ള, സ്ത്രീ പ്രവേശനം, അതുമാത്രമല്ല ഈ യോഗദണ്ഡ്, അവിടുത്തെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന യോഗദണ്ഡ് പത്മകുമാറിൻ്റെ മകൻ്റെ പരിചയത്തിലാണ് കൊണ്ടുപോയി പുതുക്കി പണിയാമെന്നുള്ള ഇതിൽ പുറത്ത് ഒരു നേർച്ചയായി ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ പത്മകുമാറും CPM തമ്മിലുള്ള ഒരു ഫ്രാക്ഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. കാര്യം CPMന്റെ പത്തനംതിട്ട ജില്ലാ ഘടകത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഒരു ഘട്ടത്തിൽ പത്മകുമാർ. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി പക്ഷം അല്ല, ശരിക്കും അച്യുതാനന്ദൻ പക്ഷത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. പക്ഷേ പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ ശബരിമലയിൽ ഈ പിണറായിയുടെ മന്ത്രിസഭയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഇടതുപക്ഷക്കാരനായ എന്നാൽ ഒരു വിശ്വാസത്തിൻ്റെ മുഖമുള്ള ഒരാളെ അവിടെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് കാലാവധി തികയ്ക്കും മുമ്പ് പ്രയാർ ഗോപാലകൃഷ്ണനെ ആ പ്രസിഡന്റ് പദവിയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് പത്മകുമാറിനെ തലസ്ഥാനത്ത് കൊണ്ടിരുത്തുന്നത്. ഇതിനുശേഷം നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇടതുപക്ഷം അവിടെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു എന്നുള്ളത്. സ്ത്രീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ നവോത്ഥാനം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പിണറായി ഇരുട്ടിൻ്റെ മറവിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകളൊക്കെ നമ്മൾ ഒരു ഹിന്ദുക്കളും ഒരു കാലവും മറക്കാത്ത രംഗങ്ങളാണ്. അപ്പോൾ ആ രംഗങ്ങൾക്ക് അന്ന് കുടപിടിക്കാൻ കൂടെ മൗനാനുവാദവുമായി നിന്നത് പത്മകുമാറാണെന്നിരിക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയത്. അതായത് ഈ CPM അദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി എടുക്കും എന്നുള്ളൊരു ഘട്ടത്തിൽ പത്മകുമാർ സുഹൃത്തുക്കൾ മുഖേന ഒരു വാർത്ത പുറത്തെത്തിക്കുന്നു. താനൊരു ആത്മകഥ എഴുതാൻ പോകുന്നു, അതിൽ ഞാൻ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുള്ള രീതിയിൽ ഒരു 2-3 ട്രെയിലർ പോലെ 2-3 കാര്യങ്ങൾ പുള്ളി ഇട്ടുകൊടുത്തു. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് യുവതി പ്രവേശനത്തിന് വേണ്ടി തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ്, തന്നെയും IG ശ്രീജിത്തിനെയും അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനുവേണ്ടി ശക്തമായി മുന്നിട്ടിറങ്ങിയത്. മാത്രമല്ല ഒരു മന്ത്രി, ഒരു ഉന്നത വ്യക്തി ഇതിൽ കൃത്യമായ പങ്ക് വഹിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ട്രെയിലറിൻ്റെ 1ാമത്തെ ഭാഗം. 2ാമത്തെ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു കത്ത്
അത് ഒരു മന്ത്രി തന്നെ എനിക്ക് തന്നിരുന്നു, ഇന്നയാളെ മേൽശാന്തിയായി നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് തന്നിരുന്നു. ആ കത്ത് ഞാൻ പുറത്തു വിടും, ട്രെയിലറിന്റെ 2ാം ഭാഗം. ഇനി ട്രെയിലർ ഒന്നുകൂടി മൂർച്ഛിക്കുമ്പോഴാണല്ലോ നമുക്ക് ആ സിനിമ കാണാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നത്. അപ്പോൾ ട്രെയിലറിന്റെ ഒരു ക്ലൈമാക്സോട് എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമലയിൽ 2018 മഹാപ്രളയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ടൺ കണക്കിന് മണലാണെന്ന് പമ്പ തീരത്ത് അടിഞ്ഞുകൂടിയത്. ഈ മണൽ അവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടി സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ ചെയ്തു. ദേവസ്വം ബോർഡിന്റെ അറിവില്ലാതെ സ്വകാര്യ കമ്പനിക്ക് ടെൻഡർ ചെയ്തു. ഇതിനുവേണ്ടി അന്ന് ചില ഉന്നത ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ യാത്ര അടക്കം പ്രദേശങ്ങളിൽ നടത്തി എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതൊരു ബിൽഡപ്പായി ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കി വഴിയെ അറിയിക്കാമെന്ന് പറയുകയാണ്. കാര്യം കമ്മിങ് സൂൺ എന്നുള്ള ഒരു ടാഗ് ലൈനിൽ അദ്ദേഹം നിർത്തിയിരിക്കുകയാണ് ഈ സാധനം. ഇത്രയും ആയപ്പോഴാണ് CPM ഒന്ന് അടിമുടി വിറച്ചത്. അദ്ദേഹത്തിനെതിരെ കർശനമായി നടപടിയെടുക്കാൻ വാളോങ്ങി നിന്നവർ ഒരല്പം മുട്ടുമടക്കിക്കൊണ്ട് അത് സസ്പെൻഷനിലേക്ക് ഒതുക്കുകയുണ്ടായി. ഇതിവിടെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാലാകാലങ്ങളായി തത്വമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇത് പത്മകുമാറിന്റെ വായിൽ കൂടെ വരുമ്പോൾ മറുവശത്തൂടെ നമ്മളിത് എത്രയോ കാലം മുമ്പ് അവതരിപ്പിച്ച കാര്യങ്ങളാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കൃത്യമായി ഈ യുവതീ പ്രവേശന വിധിക്ക് പിന്നിൽ ചരടുവലി നടത്തിയത്. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിച്ച പുത്തലത്ത് ദിനേശ്, P ശശി അടക്കമുള്ളവരാണ് കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ഇവരെ വനിതകളെ എങ്ങനെ ഇരുട്ടിന്റെ മറവിലൂടെ കേട്ടാം എന്നുള്ളൊരു വലിയ ഗൂഢാലോചന നടത്തിയിരുന്നത്. ഇനിയിപ്പോൾ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഒരു ഉന്നതൻ അതിന്റെ ചരട് വലിച്ചു എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ വരേണ്ടതായിട്ടുണ്ട്. ആരാണ് ആ ഉന്നതൻ എന്നുള്ളത്. ദേവസ്വം ബോർഡിൽ ഇത്തരത്തിൽ മേൽശാന്തിയെ നിയമിക്കണമെന്ന് പറഞ്ഞ് കത്ത് നൽകിയ കാര്യം, ദേവസ്വം ബോർഡിലെ മേൽശാന്തി നിയമനത്തിലെ ചില അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ മുമ്പും വാർത്ത ചെയ്തിട്ടുണ്ട്. മൂന്നാമത് അദ്ദേഹം ആരോപിച്ച കാര്യവും ഒരു 4 വർഷം മുമ്പ് ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്. ഈ സ്വകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. കാര്യം ഈ മഹാപ്രളയം കഴിഞ്ഞതോടുകൂടി പമ്പയിലേക്ക് മറ്റു വാഹനങ്ങൾ കടത്തിവിടുന്ന പതിവ് തടഞ്ഞു. ഒരു 4-5 മാസം പോലീസ് വാഹനങ്ങൾക്കും മറ്റ് അവശ്യമായ സർവീസുകൾക്കും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് പമ്പ വരെ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. നട അടച്ചു കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് തന്നെ പോകാറില്ല. മാസപൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും നിരക്കിൽ നിന്ന് വണ്ടി അങ്ങോട്ട് കടത്തിവിടാതെ ഈ ഒരു ഘട്ടത്തിലാണ് ടിപ്പറുകളിൽ ടൺ കണക്കിന് മണൽ, കാര്യം ഏറ്റവും വലിയൊരു സ്വത്ത്, അതായത് നമുക്കറിയാം ആ മഹാപ്രളയം എത്രത്തോളം മണലിനെയാണ് അവിടെ കൊണ്ട് അടിച്ച് കയറ്റിയതെന്നുള്ളത്. അത്രയും മണൽ അവിടുന്ന് വാരി മാറ്റുക എന്നുള്ളതും ആവശ്യമായിരുന്നു. കാര്യം അടുത്ത തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 4-5 മാസത്തിന്റെ ഇടവേളകളിൽ, ഈ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ പ്രളയം ഉണ്ടാകുന്നത്. പിന്നീടുള്ളത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ പുതിയ തീർത്ഥാടന കാലം തുടങ്ങുകയാണ്. 2.5 മാസമാണ് മുന്നിലുള്ളത്. അപ്പോഴത്തേക്ക് ഈ മണൽ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അന്ന് ഈ മണൽ മാറ്റുക എന്നുള്ളത് വലിയൊരു എന്താ പറയാൻ, ഈ സർക്കാർ തലത്തിലെ വലിയൊരു ചർച്ചയൊന്നും ആയിട്ടില്ല. അതെങ്ങനെയെങ്കിലും മാറുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ കണ്ണിൽ പെടാതെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ടിപ്പർ ലോറികൾ വന്ന് ടൺ കണക്കിന് മണൽ അവിടെ നിന്ന് കോരിക്കൊണ്ട് പോയത്. അന്ന് നമ്മളിത് ചില ചിത്രങ്ങൾ സഹിതം തത്വമായി അന്ന് ഈ വാർത്ത പുറത്തുവിട്ടു. തീർച്ചയായിട്ടും ഈ സമയത്ത് ഒന്ന് ഇടയ്ക്കുന്ന ഇടപെടുകയാണ്. കാരണം പ്രേക്ഷകരൊന്ന് ആലോചിക്കേണ്ടത്, കേൾക്കുന്നവരൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ മണൽ വാരുക എന്നുള്ളത് അത് മാത്രമായിട്ട്, ഈ മഹാപ്രളയത്തിന് ശേഷമുള്ള മണൽ വാരൽ മാത്രമായിട്ട് കാണുമ്പോൾ അതൊരു സേവന പ്രവർത്തനമായിട്ട് തോന്നാം. പക്ഷേ ഈ മഹാപ്രളയത്തിന് ശേഷം എത്രത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളം ഒട്ടാകെ ബാക്കിയുണ്ടായിരുന്നു, അതിലേക്ക് ഉപയോഗിക്കുവാനുള്ള ഒരു സംവിധാനമായി സൊസൈറ്റിക്ക് ടൺ കണക്കിന് ശുദ്ധമായ കിട്ടി എന്നുള്ളതാണ്. അത് മണൽ വാരൽ നിരോധനം സംസ്ഥാനം ഒട്ടാകെ നിലനിൽക്കുകയും ഈ മണൽ വാരൽ കൊണ്ട് ഉണ്ടായ ഒരു സർക്കാർ പാസിൽ ഈ മണലുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോയി എന്നുള്ളതാണ്. അപ്പോ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അതുകൊണ്ട് തത്വമയെ സംബന്ധിച്ചത് ഞെട്ടലുളവാക്കുന്ന വാർത്തകളൊന്നും അല്ലായിരുന്നു. പത്മകുമാർ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാമെന്നുള്ള വാർത്തകൾ തന്നെയായിരുന്നു. പക്ഷെ പത്മകുമാർ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ഈ വാർത്തകൾക്ക് ഒന്നുകൂടി സ്ഥിരീകരണമാവുകയാണ്. ഇത് എക്സാക്റ്റ് ആയിട്ടും ഈ വാർത്ത, അന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളെല്ലാം തന്നെ അക്ഷരം പ്രതി ശരിയാണെന്ന് അതിന്റെ ഭാഗമായിരുന്ന ഒരാൾ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങളും സധൈര്യം പറയുന്നു ഈ വാർത്ത ഞങ്ങൾ അന്ന് കൊടുത്തത് സത്യമായിരുന്നു എന്നുള്ളത്. ഇപ്പോ ഇനി ഇതിലെ ഏറ്റവും വലിയൊരു കാര്യമുണ്ട് മനോജ്, കാര്യം ഈ നമ്മൾ കാണുന്ന സ്വർണ്ണക്കൊള്ള, നമ്മൾ കാണുന്ന യുവതീ പ്രവേശന വിധിയുടെ മറ, ഇത് മാത്രമാണോ CPM-നെ ഭയപ്പെടുത്തുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാര്യം ഇതിനുമപ്പുറം എന്തോ ഒരു വലിയ ബോംബ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രെയിലർ മാത്രമാണ് അദ്ദേഹം പുറത്തു വിട്ടിട്ടുള്ളത്. പിക്ചർ അബീബി ബാക്കി ഹേ, യഥാർത്ഥ ചിത്രം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ ആത്മകഥ എഴുതിയാൽ അദ്ദേഹം എന്തൊക്കെയാണ് പുറത്തുവിടാൻ പോവുക, ആരൊക്കെ പേരുകളാണ്, ഏതൊക്കെ ഉന്നതരുടെ പേരുകളാണ് ആത്മകഥയിൽ എഴുതി നിറയ്ക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും സംഭവങ്ങൾ പോലും പുറത്തു വരുവാനുള്ള സാധ്യതകൾ 2018 മുതൽ 2022 വരെ. കാര്യം ഇവർക്കൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറിയ 2 സംഭവ വികാസങ്ങളാണ് 2018 പ്രളയവും
2021 കോവിഡ് കാലഘട്ടവും. അതെ. ഈ രണ്ട് കാലഘട്ടവും ഈ രണ്ട് സാഹചര്യവും നന്നായി വിനിയോഗിച്ചവരാണ് ഇടതുപക്ഷത്തിലെ ഓരോ നേതാക്കന്മാരും. ഇതിന്റെ പലപ്പോഴും പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, ഈ ദുരിതത്തിന്റെ മുകളിൽ അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തൊരു രാഷ്ട്രീയ കക്ഷിയാണ് ഇടത് കക്ഷി. ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പച്ച മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയെടുത്തവരാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പത്മകുമാറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പദം, സഞ്ചാര പദം ഒന്ന് പരിശോധിച്ചാൽ സനോജ് പറഞ്ഞിരുന്നു, VS പക്ഷക്കാരനായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുന്നു. പിന്നെ അദ്ദേഹം സ്വിച്ച് ഇട്ടതുപോലെ പിണറായിക്ക് വിടുപണി ചെയ്യുന്ന ഒരാളായി മാറുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടുക്കുന്നവരോടൊരു വിശ്വാസ്യത നേടിയെടുക്കുന്നതിൽ തന്ത്രശാലിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയുവാനുള്ളൊരു കാര്യം, ഒരു കൊള്ളസംഘത്തിൽ നിന്നൊരു കൊള്ളക്കാരൻ പുറത്തു പോകുന്നതിൻ്റെ ഭയപ്പാടാണ് ഇപ്പോൾ. കൊള്ളസംഘത്തിനും ആ ഭയപ്പാടുണ്ട്, കൊള്ളക്കാരനും പുറത്തു പോയ കൊള്ളക്കാരനും ആ ഭയപ്പാടുണ്ട്. അല്ലാതെ പുറത്തു പോയി ഇത്തരം സത്യങ്ങൾ പറയുമെന്ന് പറയുന്ന ആളൊരു വിശുദ്ധനാകുന്നില്ല, കൊള്ളസംഘവും വിശുദ്ധരാകുന്നില്ല. ഈ കൊള്ള നടന്നു എന്നുള്ളത് സത്യമാണ്. സനോജി പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിൽ ഇതിനും അപ്പുറത്തേക്കുള്ള മറ്റെന്തോ രഹസ്യങ്ങൾ പത്മകുമാർ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായ ഉന്നത വ്യക്തികളുടെ ആകാം, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മുഴുവനായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെക്കുറിച്ചുള്ളതാകാം. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പുറത്ത് വന്നാൽ അത് ഈ നമ്മൾ കണ്ടതിനേക്കാളും വലിയ ബോംബായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഹിന്ദുക്കളുടെ പുണ്യഭൂമിയായ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ അവർ പരിഭാവനമായി കാണുന്ന ഈ പത്തനംതിട്ടയിലെ നിത്യഹരിത ഭൂമിയായ ശബരിമലയുടെ സാൻഡിറ്റി തകർക്കാൻ വേണ്ടി ഇടതുപക്ഷം കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. അതുമാത്രമല്ല, അവിടുത്തെ ഫണ്ടിൽ നിന്ന് വലിയൊരു തുക പാർട്ടിയിലേക്ക് വകമാറ്റിയെന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഈ അയ്യപ്പ സംഗമം. കാര്യം, പാർട്ടിയുടെ എക്കാലത്തെയും വലിയ ഫണ്ട് പുള്ളറായിരുന്നു PS പ്രശാന്ത് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ഈ ഇലക്ഷന് മുമ്പ് എങ്ങനെ പാർട്ടിയുടെ ഫണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സാമ്പത്തിക അടിത്തറ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ള ഒരു വലിയ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളൊരു പേരിൽ നിക്ഷേപക സംഗമം, അതാണ് അതിന്റെ മറ്റൊരു കറക്റ്റ് വാക്ക്, പമ്പയിൽ വയ്ക്കുന്നത്. ഇതിന് വേണ്ടി അവിടെ ചെലവാക്കിയത്, നമ്മൾ അതിന്റെ കണക്കുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അല്ലേ. 5 കോടി രൂപയ്ക്ക് നടത്തുമെന്ന് പറയുന്നു, 8 കോടി വരെ എത്തുമെന്ന് പറയുന്നു, അവസാനം 12 കോടി വരെ എത്തിയ കണക്കാണ് നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോ ഇത് ആർക്ക് വേണ്ടിയായിരുന്നു, ഏത് വിശ്വാസികളാണ് അതിൽ പങ്കെടുത്തത്, അതിൽ ചർച്ച ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ശബരിമലയിൽ നടപ്പിലാക്കിയോ നാളിതുവരെ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് മറുവശത്ത് ഇത്തരത്തിലുള്ള വമ്പൻ ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ താമസിച്ച ഹോട്ടലുകളുടെ ബില്ലുകൾ നമ്മൾ കാണണം. അവർ ഹോട്ടലുകളിൽ നോൺ വെജിറ്റേറിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ മാത്രമല്ല മറ്റ് പല സാറ്റലൈറ്റ് ചാനലുകളും പുറത്തുവിട്ടത്. ഈ അവസാനം അതിന്റെ നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പമ്പയിലെ വലിയ ജർമ്മൻ ടെന്റിൽ, ശീതീകരിച്ച ജർമ്മൻ ടെന്റ്, അതിന്റെ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു 100 പേരടങ്ങുന്ന ഒരു സംഘം, ഇത്രയും മാത്രമാണ് ഇതിനു വേണ്ടി ഒരുക്കിയ ഈ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടും വന്നു ചേർന്നത്. അപ്പോ അത് ശരിക്കും നടത്തിയത് പാർട്ടി ഫണ്ട് ബലപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ്. ഇതിന്റെയൊക്കെ വലിയ പൊള്ളത്തരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി അറിയാവുന്ന ഒരാള് പത്മകുമാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ പാർട്ടി വലിയ രീതിയിൽ ശിക്ഷിച്ചാൽ, പത്മകുമാർ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പുറത്തു പറഞ്ഞാൽ, ഒന്നാമതെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് CPM ഇപ്പോൾ കേരളത്തിൽ. ഇത് അടപടലം മുങ്ങുമെന്ന് മാത്രമല്ല, ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു മല കൂടി വന്ന് വീണ പരുവത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നിലനിൽക്കുക. ഇപ്പോൾ ജയകുമാർ IAS സംബന്ധിച്ച് ചില വാർത്തകൾ പുറത്തു, അത് എന്താണെന്നുള്ളത് സനോജി തന്നെ ഒന്ന് വിശദീകരിക്കും. ഇന്ന് രാവിലെ നമ്മളാണ് ആ ന്യൂസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. K. ജയകുമാർ IAS ചിലപ്പോൾ രാജിവെച്ചേക്കും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ബോർഡിനുള്ളിൽ തന്നെ ഉണ്ട്. കാര്യം, നമുക്കറിയാം ഈ ബോർഡിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരാൾക്ക് പോലും ഇന്ന് വരെ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്, ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഒത്തുപോയാൽ ദേവസ്വം ബോർഡിൽ വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയും പോകാം. ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങളുടെ പിന്നാമ്പുറ കഥകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ദേവസ്വം ബോർഡിലെ കാലാകാലങ്ങളിൽ ഇരുന്ന ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയും അഴിമതിയും ഒക്കെയാണ്. അവിടെ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ മറ്റു ക്ഷേത്രങ്ങളിൽ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. അവർ ഉണ്ടാക്കുന്നതാണ് സിസ്റ്റം, അല്ലാതെ സിസ്റ്റത്തിനനുസരിച്ച് പോകുന്ന ഒരു സംവിധാനമല്ല. കാലാകാലങ്ങളിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും എക്സിക്യൂട്ടീവ് ഓഫീസർമാരും അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർമാരും ഒക്കെ തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം, അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെതായ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ
ബൈലോയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കുന്ന ഒരു ക്ഷേത്രങ്ങളും ഇന്ന് കേരളത്തിലില്ല എന്ന് നമുക്ക് സങ്കടത്തോടു കൂടി പറയേണ്ടി വരും. ഇതൊക്കെ മാറ്റിമറിക്കാൻ ആരെങ്കിലും മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ദേവസ്വം ബോർഡിൽ ശത്രുവായി, അവർ ഒറ്റയാനായി, പിന്നെ അവർക്കെതിരെയാവും ചേരി തിരിഞ്ഞുള്ള ഒരു ആക്രമണം. ഇപ്പോൾ ഈ മണ്ഡലപാലം തുടങ്ങിയപ്പോൾ പത്രമാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അന്ന് പുതിയതായി പ്രസിഡന്റായി വന്ന ജയകുമാർ ഒരു അഭിപ്രായം നടത്തിയത്. അതായത് ശബരിമലയിൽ വരുന്ന മുഴുവൻ ഭക്തർക്കും സദ്യ നൽകും, ഇലയിട്ട് സദ്യ നൽകുമെന്ന് പറഞ്ഞു. അത് പക്ഷേ ഇലയിട്ട് സദ്യ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അത് നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, അത് ഒരിക്കലും അവിടെ പ്രാവർത്തികമാകില്ല എന്ന് പല രീതിയിൽ നിന്ന് പറഞ്ഞും കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കോടിക്കണക്കിന് ഭക്തർ വന്നണയുന്ന ക്ഷേത്രമാണ്, അവിടുത്തെ വരുമാനം നമുക്കറിയാം, വെളിപ്പെടുത്തുന്ന വരുമാനം പോലും കോടികളുടെ കണക്കാണ്, വെളിപ്പെടുത്താത്ത വരുമാനം വേറെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് ഒരു നേരമെങ്കിലും അവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഇലയിട്ട് സദ്യ കൊടുത്താൽ എന്താണ് പ്രശ്നം? കാരണം കെ ജയകുമാർ IAS പോലുള്ളൊരു ഉദ്യോഗസ്ഥൻ, ഇത്രയും പ്രവർത്തന പരിചയമുള്ളൊരു ഉദ്യോഗസ്ഥൻ, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാഹചര്യങ്ങളും അതിന് അനുകൂല സാഹചര്യങ്ങൾ നിലവിലുണ്ടോ, അതിൻ്റെ സാമ്പത്തിക ബാധ്യത എന്താകുമെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മപദം നോക്കിയാൽ മതി. വെറുതെ വിടുവാ പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയല്ല. അതെ, കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇതിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു പ്രഖ്യാപനം അദ്ദേഹത്തിനെ പോലും കൈയും കാലും കെട്ടിയിട്ടിട്ട് പ്രവർത്തിക്കാൻ പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ആ ഒരു അവസ്ഥയിലൊന്നും തുടർന്നു പോകാൻ അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് കഴിയില്ല. അദ്ദേഹം ഒരു മാന്യനുമാണ്, വ്യക്തിപരമായിട്ട് മാന്യനായ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു സിസ്റ്റത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്, ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ചില വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ വാർത്താ ഫോക്കസ് എന്ന് പറയുന്നത് പത്മകുമാർ, പത്തനംതിട്ട CPM ജില്ലാ ഘടകം, CPMന്റെ സ്റ്റേറ്റ് ഘടകം, ഇവർ തമ്മിലുള്ള ഒരു ഫ്രാക്ഷൻ എങ്ങനെയാണ്? ഇനി വരും ദിവസങ്ങളിൽ പത്മകുമാർ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമോ? ആ വെളിപ്പെടുത്തലിൽ വെളിപ്പെടാൻ പോകുന്ന പേരുകൾ ആരൊക്കെ? അത് CPMന് എത്തരത്തിൽ ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വലിയ ഒരു വിപ്ലവം അല്ലെങ്കിൽ വലിയൊരു വെളിപ്പെടുത്തൽ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അവസാനമായിട്ടൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു തലോടൽ നടപടി എടുത്തതിന് ശേഷം പാർട്ടിക്ക് പത്മകുമാറിനെ പേടിയില്ല, അത് പൂച്ച എലിയെ പേടിക്കുന്നത് പോലെയാണ് എന്നൊക്കെ PK ശ്രീമതി ഉൾപ്പെടെയുള്ളവരെ മുന്നിട്ടിറക്കി പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പറച്ചിലിൽ തന്നെ ഒരു ഭയപ്പാട് വെളിപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരാളെ ഭയമില്ല എങ്കിൽ ആ വ്യക്തി ജീവനോടെയുണ്ട് എന്നൊരു ഭാവമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കാറില്ല അന്നും ഇന്നും. ഇപ്പോൾ പത്മകുമാർ അവരുടെ മുമ്പിൽ ജീവനോടെയുണ്ട്, ഭയപ്പെടുത്തുന്ന ഒരു വലിയ പ്രതിഭാസമായിട്ട് വളർന്നു വരും എന്നുള്ളത് അവർക്ക് തന്നെ. CPM സ്വയം പറയുന്നുണ്ട്, ഭയം വേണ്ട, ജാഗ്രത മതി. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എന്തായാലും അയ്യപ്പൻ അവരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളും അയ്യപ്പൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി പ്രേക്ഷകരുമായിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ഇരിക്കേണ്ടി വരും. കാരണം ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ എന്തായാലും വീണ്ടും കാണാം സനോജി. വളരെ നന്ദി. നമസ്കാരം.